പതിവ് പോലെ നമ്മുടെ അമ്പഴം ഈ പ്രാവശ്യവും നന്നായി തന്നെ കായ്ച്ചിട്ടുണ്ട്. നല്ല കൊലയായിട്ട് കിടക്കണ്ട കേട്ടോ അമ്പഴങ്ങ. ഇത് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇത് അച്ചാറിട്ടാലും നല്ലതാണ് കേട്ടോ. പണ്ടത്തെ അമ്പഴങ്ങ പോലെയല്ല, വലിയ മരത്തിലുണ്ടാകുന്ന അമ്പഴങ്ങ പോലെയല്ല ഇത്. ഇതിന് അത്ര അധികം പുളിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ, മീൻ കറിയിൽ ഇടാൻ ഒക്കെ നല്ലതാണ്. പിന്നെ ഇത് അമ്പഴങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ മാങ്ങാക്കറി ഉണ്ടാക്കണ പോലെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് അമ്പഴങ്ങ കറി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, വലിയ അമ്പഴങ്ങകളുണ്ട്. കണ്ടോ, ഇതൊക്കെ വലുതാണ്. തീരെ ചെറുതുണ്ട്. കണ്ടോ, പൂക്കളുണ്ട്. അങ്ങനെ എല്ലാത്തരം വലിപ്പമുള്ള അമ്പഴങ്ങകളും ഇതുമുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് അമ്പഴങ്ങ ഇങ്ങനെ വലുത് കിടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഒരു കൊല. ഈ ഒരു അമ്പഴം ഒക്കെ ഒരു വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നല്ല ഒരു മരമാണ് കേട്ടോ. മരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു ചെടി പോലെ നിൽക്കണം. കണ്ടോ, ഇതൊരു ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും നട്ടിട്ട്. അപ്പോൾ അതിന് ചുറ്റും ഞങ്ങളിങ്ങനെ ഇഷ്ടിക വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ട് ചവറ് മാത്രമേ ഇടാറുള്ളൂ. വേറെ ഒരു വളവും ഈ അമ്പഴത്തിനൊന്നും നമ്മൾ ഇടാറില്ല കേട്ടോ. ഇതിലിങ്ങനെ പൂക്കളുണ്ടായേക്കണം കേട്ടോ. പിന്നെ പറയും, ഒരുണ്ടാവൽ കഴിയുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പഴത്തിനൊക്കെ ഞങ്ങൾ ചവറ് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ, അടിച്ചു കൂട്ടുന്ന ചവറ് മാത്രം. അത് തന്നെ നല്ല വളമാണല്ലോ.